ആണ് എൻ്റെ. ഇപ്പോൾ പലർക്കും അറിയാത്ത മറ്റൊരു കാര്യം ഭക്ഷണം ഏത് കഴിക്കണമെന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡ് തുടങ്ങി ആധുനിക ജീവിത രീതിയിൽ നമുക്കറിയാതെ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് കയറി വരുന്നു, നമുക്ക് കഴിക്കുന്നുമുണ്ട്. ഇതൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഭക്ഷണമേ കഴിക്കാം? തീർച്ചയായിട്ടും വലിയ തെറ്റാണത്. ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു സാധാരണ ഒരു സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിനകത്ത് കുറച്ച് ഡീസലും കുറച്ച് മണ്ണെണ്ണയും കൊണ്ട് ഒഴിച്ച് അതിനായിരിക്കും സ്ഥിതി. അത് പുകയും, അത് മിസ്സിങ് ഉണ്ടാവും, അത് കിടന്ന് തുമ്മും, കയറ്റം വലിക്കാതെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഭക്ഷണം പ്രധാനമായിട്ടും വറുത്തതും പൊരിച്ചതും ഇപ്പോഴത്തെ ഈ മോഡേൺ ഫുഡുകൾ. അത് ഞാൻ ഈ മോഡേൺ ഫുഡ് ഉണ്ടാക്കുന്നവരോട് എതിർപ്പല്ല, പക്ഷേ അതിനകത്തൊക്കെ നിരവധി കെമിക്കലുകൾ, അത് അതിൻ്റെ ആ കെമിക്കലിൻ്റെ ആ സ്മെല്ല് കാരണമാണ് അത് തിന്നാനുള്ള ആ സ്മെല്ലാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ ഭക്ഷണത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്നത് സ്മെല്ലാണ്. ഈ സ്മെല്ല് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ എൻ്റെ ഈ കടയോഗ മർമ്മ വിധി പ്രകാരം ഫേസ് മസാജ് ചെയ്യും. ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വായ്ക്ക് രുചി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണുകൾ, നിരവധി ഗ്രന്ഥികളോട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്നെങ്കിൽ നമ്മുടെ ഭക്ഷണം ശരിക്കും ദഹിച്ച് നമ്മുടെ ആരോഗ്യത്തിന്, അതായത് നമുക്കത് ഊർജ്ജമായി മാറുകയുള്ളൂ, രക്തമായി മാറുകയുള്ളൂ. അതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രന്ഥികളെല്ലാം അതിൻ്റെ യഥാർത്ഥ സ്ഥിതി വരും. അതുപോലെ തന്നെ ചെവിയിലാണ് ഓർമ്മശക്തി ഇരിക്കുന്നത് മുഴുവൻ ചെവി തിരുമുന്നതിനകത്താണ്. പഴയ അധ്യാപകരൊക്കെ കറക്റ്റ്. അതെ, പഴയ കാലത്ത് അധ്യാപകരൊക്കെ ഇങ്ങനെ ചെവിയെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. അത് ശിക്ഷയല്ല ശരിക്കും, അത് അറിയാവുന്നവർക്കറിയാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. വിദ്യാർത്ഥികൾക്ക് ഓർമ്മ കുറയുന്നു എന്നാണോ? തീർച്ചയായിട്ടും എനിക്ക് ആരും സംശയമില്ല. ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ മസാജ് പോലുള്ള ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വറുത്തതും പൊരിച്ചതും കണ്ടമാനം കഴിക്കുക. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വറുത്ത എണ്ണ വർഗ്ഗങ്ങളിനകത്ത് വറക്കുന്നത് മുഴുവൻ നമുക്ക് അപകടമായിട്ടാണ് കാണുന്നത്. എത്ര നല്ല ഹോട്ടലുകളിലാണെങ്കിലും ഇന്ന് പൊരിച്ച പപ്പടം പൊരിച്ച ബാക്കി എണ്ണയ്ക്കകത്ത് നാളെ പപ്പടം പൊരിക്കുന്നു. ഇന്ന് പരിപ്പ് വടയും ഉഴുന്ന് വടയും ഉണ്ടാക്കുന്ന ബാക്കി വരുന്ന ലിറ്റർ കണക്കിന് എണ്ണയൊക്കെ അത് ഒഴിക്കും, കളിപ്പിക്കുന്നൊന്നുമില്ല. എണ്ണയ്ക്കകത്ത് ഇട്ട് തന്നെ, പക്ഷേ ഇന്ന് ഒഴിച്ച എണ്ണയ്ക്കകത്ത് അത് നാളെയും വേറെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കും. ഈ കട തുടങ്ങിയ കാലം തൊട്ടുള്ള എണ്ണ ഇതിനകത്ത് കാണാം. അത് നമ്മുടെ ക്യാൻസർ ഉണ്ടാവും, അതിൻ്റെ യാതൊരു സംശയമില്ല. ക്യാൻസർ പോലെയുള്ള നിരവധി രോഗങ്ങൾ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ മോഡേൺ ഫുഡ് കൊണ്ടാണ്. വൈദ്യുതിയോടും ചോദിക്കട്ടെ, കാരണം നമുക്ക് ആയുരാരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ ഏത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്? അതായത് ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ പുട്ടും പഴംപൊഴിയും കഴിക്കുകയാണെങ്കിൽ നാളെ പുട്ടും കടലയും കൂടെ കഴിക്കാം. മറിച്ച് പിറ്റേ ദിവസം അപ്പവും പിന്നെ ഒരാഴ്ച മുഴുവൻ അപ്പം തന്നെ കഴിക്കാൻ പാടില്ല, പുളിപ്പിച്ച സാധനം കഴിക്കാൻ പാടില്ല. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലി മാത്രം കഴിക്കാൻ പാടില്ല. ഇത് വ്യത്യസ്തമായിട്ട് മാറി മാറി കഴിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആമാശയത്തിന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം ചില വസ്തുക്കൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി പല ഹോർമോണുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അത് അസിഡിറ്റി, അങ്ങനെയുള്ള നിരവധി രോഗങ്ങൾ, ആമാശയത്തിൻ്റെ ശക്തി കുറവ്, അങ്ങനെ മൊത്തത്തിലുള്ള ദഹന പ്രക്രിയയായിട്ടുള്ള മോഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലും ആവിയിൽ വെച്ച് വേവിച്ച ആഹാരങ്ങൾ കഴിക്കാൻ മനുഷ്യർ, നമ്മുടെ വ്യക്തികൾ പരിശീലിക്കണമെന്നാണ് എനിക്ക് പറയാൻ. അതുകൊണ്ട് അധികം പൊരിയാത്ത ആഹാരങ്ങൾ, അധികം മുരിയാത്ത ആഹാരങ്ങൾ, എണ്ണ ആവർത്തിക്കാതെ, അതുപോലെ കണക്കിന് വേവിച്ച്. അപ്പോൾ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ കഴിക്കണം. പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത്. ഇപ്പോൾ വാദസംബന്ധം അല്ലെങ്കിൽ കഫസംബന്ധമായിട്ടുള്ള കൂടുതൽ മൂർച്ഛിച്ച് നിൽക്കുന്ന രോഗമുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഈ ചില പഴങ്ങൾ കഴിക്കാൻ പാടില്ല, പുളിരസം കൂടിയ പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ശരിയാണോ? പുളിരസം കൂടുന്ന പഴം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം പുളിരസം ആണ് മധുരത്തിനേക്കാൾ നല്ലത്. ബി കോംപ്ലക്സ് കൂടുതൽ നമ്മുടെ ശരീരത്തിന് എനർജി കൂടുതലുണ്ടാക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് അത് പുളിയുള്ള ആഹാരം കഴിക്കരുതെന്ന് പറയുന്നതിനോട്, ഇനി പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് കഴിക്കരുതെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. പുളിയുള്ള ആഹാരം രാത്രി ഉപയോഗിക്കാൻ പാടില്ല. അതായത് തൈര്, മോര്, അതുപോലെ തന്നെ അച്ചാർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരാളും രാത്രി ഉപയോഗിക്കരുത്. ഉച്ചയ്ക്ക് അത്യാവശ്യം വേണമെങ്കിൽ കഴിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിരുദ്ധാഹാരം എന്ന് പറയാറുണ്ടല്ലോ, ഏതെങ്കിലും ആഹാരങ്ങൾ തമ്മിൽ ചേരാത്തവ, ഇതിലെന്ത് മാത്രം സത്യമുണ്ട്? അത് ഈ മീനും അതുപോലെ തന്നെ പ്രോട്ടീനുള്ള സാധനങ്ങളായിട്ട് ഒന്നിച്ച് പാലും കൂടി ഒന്നിച്ച് കഴിച്ചാൽ അതിന് നിറം മാറി ചെറിയൊരു വിഷാംശം ഉണ്ടാകുന്നതായിട്ട് ഞങ്ങൾ പരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആഹാരങ്ങളുണ്ട്. ഉണ്ട്. പിന്നെ ഇലക്കറികൾ കൂടുതലായിട്ട്, ഇലക്കറികളാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇലകളിലാണല്ലോ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ പ്രശ്നമുള്ള മറ്റൊരു കാര്യം പുക, അന്തരീക്ഷ മലിനീകരണം. പുക കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പുകയും പൊടിയും. അതെ. അപ്പോൾ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് അലർജി രോഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിരവധി ആൾക്കാരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള അലർജി രോഗങ്ങൾ, ശ്വാസ സംബന്ധമായ രോഗങ്ങൾ, ഇതിനൊക്കെയുള്ള ഒരു ആയുർവേദ പ്രതിവിധി എന്താണ്? അത് ആയുർവേദ പ്രതിവിധി എന്ന് പറയാൻ പറ്റത്തില്ല. വൃത്തിയായിട്ടുള്ള ജീവിതം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന കട്ടന് പരമാവധി ഒരു 7 ദിവസത്തിൽ കൂടുതൽ താമസിക്കാതെ അതെടുത്ത് കഴുകണം. മിക്ക വീടുകളിൽ ഒരു കട്ടൻ തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് 6 മാസമോ 8 മാസമോ കഴിയുമ്പോഴായിരിക്കും എടുത്ത്. കൃത്യം 8 ദിവസം കൂടുമ്പോൾ അതെടുത്ത് കഴുകും. അതുപോലെ തന്നെ നമ്മൾ വാക്യൂം ക്ലീനറോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വെച്ചിട്ട് പൊടി പടലങ്ങൾ വീടിനകത്തുള്ളത്
അതുകൊണ്ട് അത് ഏറ്റവും നന്നായി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ അലർജി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗം. പരിസര ശുചിത്വവും വൃത്തിയും. അതെ. അതിനോടൊപ്പം തന്നെ ആയുർവേദ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകളും കൂടെ കഴിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കാൻ സ്ഥിരമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബലാരിഷ്ടം കഴിക്കുക, അതുപോലെ തന്നെ അജാശ്വഗന്ധാദി ലേഹം കഴിക്കുക, അതുപോലെ തന്നെ നരസിംഹ രസായനം കഴിക്കുക. ഷുഗർ അധികമില്ലാത്ത എല്ലാ വ്യക്തികൾക്കും ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഉത്തമമായ സംഗതിയാണ്. ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതിന് അതിനൊരു ചിട്ടയുണ്ടോ? അല്ലെങ്കിൽ ഇന്ന സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും, അങ്ങനത്തെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. മഴക്കാലത്ത്, അതായത് മകരമാസത്തിൽ, മകരം കുംഭം മാസം എന്ന് പറയുന്ന മാസം എന്ന് ഉദ്ദേശിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തിൽ മരുന്നുകൾക്ക് ഭയങ്കര ഔഷധ ഗുണം കൂടുതലാണ്. അത് ഈ സുഖചികിത്സ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ, നമ്മളിപ്പോൾ മലയാളികളും ഇപ്പോൾ വിദേശികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എന്താണ് ഈ കർക്കിടക ചികിത്സയുടെ അടിസ്ഥാനം? കർക്കിടക ചികിത്സയ്ക്ക് ഒത്തിരി അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. കാരണം അന്തരീക്ഷം ഫുൾ AC ആയിരിക്കും, AC പോലെ തന്നെയായിരിക്കും മൊത്തം അന്തരീക്ഷം. ആ സമയത്ത് നമ്മൾ ചികിത്സകൾ, ഉദാഹരണത്തിന് നമ്മളൊരു തൈലോ ഒരു കുഴമ്പോ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ദേഹത്തേക്ക് പിടിക്കും. അതേസമയം വെയിലുള്ള സമയത്ത് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ, വേർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പുറത്ത് വെച്ചാൽ അത് ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ, വേർപ്പിൻ്റെ കൂട്ടത്തിൽ അത് പുറത്തേക്ക് പോകും. ശരീരത്തിന് അതിനുള്ള ഗുണം കിട്ടുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനം. തണുപ്പ് വേണം. ഈ ഒരു സമയത്ത് ഈ സുഖചികിത്സയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ചികിത്സാ വിധികളാണ് നമ്മൾ? അത് ഓരോ വ്യക്തികളുടെ ആവശ്യം അനുസരിച്ചാണ്. കാരണം ചിലപ്പോൾ വല്ല ആക്സിഡൻ്റ് ഉണ്ടായത്, ചിലപ്പോൾ മരത്തിൽ നിന്ന് വീണത്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചതവുകൾ പറ്റിയത്, കെട്ടിടങ്ങളിപ്പം നമുക്കറിയാമല്ലോ, കെട്ടിടത്തിൻ്റെ മണ്ടയിൽ താഴെ പോയി, നില ഒടിഞ്ഞ് താഴെ പോയി, അല്ലെങ്കിൽ പ്ലാവ് കയറി ചക്കിടാൻ കയറിപ്പം താഴെ പോയി, ഇങ്ങനെ നിരവധി തരത്തിലുള്ള ആക്സിഡൻ്റാണ് കൂടുതൽ. ഇങ്ങനെയുള്ള ഇതെല്ലാം ചതവുകളും കുഴപ്പങ്ങളും ഒടിവുകളും ഡിസ്ലൊക്കേഷനും ഒക്കെ ഉള്ളവർക്ക് അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കാം. മറ്റുള്ള ആൾക്കാർക്ക് സുഖത്തിരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സകളുണ്ട്. അത് കുഴമ്പ് തേപ്പിക്കുക, കുറച്ച് സമയം അവിടെ ഇവിടെ കുറച്ചൊന്ന് ഞെക്കി ഇങ്ങനെ കിടത്തുന്നു. അതുപോലെ തന്നെ അതിന് കുറച്ച് കിഴികളൊക്കെ, ഇലക്കിഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്കിഴി പിടിക്കുക, കടിവസ്തി ഇടുക, അങ്ങനെ പല ഇതുകളുണ്ട്, പല ചികിത്സാമുറികളുണ്ട്. ഒഴിച്ചില്ല പിടിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് അങ്ങ് ചെയ്യുന്നത് കൊണ്ട് കുറേ ഗുണം ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതോ വൈദ്യരുടെ അഭിപ്രായത്തിൽ എത്ര വയസ്സ് മുതൽ ഇതിനൊരു കർക്കിടക ചികിത്സയ്ക്ക്? കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഒരു 35 വയസ്സ് കഴിയുമ്പോൾ മുതൽ തുടങ്ങുകയാണെങ്കിൽ വളരെ കാലത്തോളം നമുക്ക് ദീർഘകാലം ജീവിച്ചിരിക്കാനായിട്ട് എളുപ്പമുണ്ടെന്നാണ് എൻ്റെ, ആരോഗ്യമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പഠനം. ഇതോടൊപ്പം ചികിത്സയോടൊപ്പം തന്നെ കർക്കിടക കഞ്ഞി കുടിക്കുക, നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന ഔഷധ മരുന്നുകൾ ഉപയോഗിച്ച് കഞ്ഞി വെച്ച് കുടിക്കുക എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇത് എത്രമാത്രം പ്രയോജനകരമാണ്? കഞ്ഞി എന്ന് പറയുന്നത് ഒരു 21 കൂട്ടം മരുന്നുകൾ ചേർത്ത് കഞ്ഞി കഴിക്കുക. കർക്കിടക കഞ്ഞി നമ്മൾ തീയിൽ തിളപ്പിച്ച് അതിനകത്ത്, ഇപ്പം നമുക്ക് ഓരോ കടകളിൽ ഓരോ ആയുർവേദ കടക്കാരും ഓരോ കഞ്ഞിക്കൂട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ആ കഞ്ഞിക്കൂട്ട് അതേപടി മേടിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാമാന്യക്കാർക്ക് പറ്റിയല്ല, അതുപോലെ കയ്പ്പായിരിക്കും. അതിനകത്ത് 10 ദിവസം എന്ന് ഉദ്ദേശിക്കുന്ന അതിനകത്ത് ഒരു 20 ദിവസം കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും പറ്റും. ബാക്കി കുറച്ച് അരിയും കൂടെ, നമ്മുടെ സാധാരണ നല്ല അരിയും കൂടി ചേർത്ത് കഴിക്കുവാണെങ്കിൽ വലിയൊരു ചിലരിങ്ങനെ ഛർദ്ദിക്കാതെയൊക്കെയുള്ള അവസ്ഥയിൽ ഒരു സാമാന്യ കഴിക്കാൻ പറ്റും. കർക്കിടക ചികിത്സയെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്, ഞാൻ അതിലേക്കും കൂടെ വൈദ്യരുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. കാരണം ഇന്നിപ്പോൾ കൂടുതൽ ആയുർവേദ മസാജ് പാർലറുകൾ അല്ലെങ്കിൽ സുഖചികിത്സാ കേന്ദ്രങ്ങളൊക്കെ മുളച്ചു പൊങ്ങുകയാണ്, പ്രത്യേകിച്ചും വിദേശികൾ വന്നിറങ്ങുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു സാധ്യതയും കൂടെ അവിടെയുണ്ട്. മസാജ് തീരെ അറിയാത്ത ആൾക്കാർ തിരുമുന്നു, ഒഴിച്ചിലിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവുകയല്ലേ ചെയ്യുന്നത്? തട്ടിപ്പെന്ന് പറയത്തില്ല, എന്നാൽ പോലും ഇതിനകത്ത് ആൾക്കാർക്ക് അനുഭവം കുറച്ച് കുറയുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ ശരീരശാസ്ത്ര അനാട്ടമി ഒന്നും പഠിക്കാതെ കുറഞ്ഞ കാലം കൊണ്ട് കുറച്ച് തിരുമ്പുകൾ, അതും കുറച്ച് തിരുമ്പുകൾ പഠിച്ച് വെച്ചിട്ട് വരുന്നവർ ഓരോ ഭാഗത്ത് ചില മർമ്മ ഭാഗങ്ങളിലൊക്കെ അറിയാതെ ഭയങ്കരമായിട്ട് ഞെക്കി, അതുപോലെ തന്നെ ഇടിച്ച് അല്ലെങ്കിൽ ചവിട്ടി തിരുമ്മി അപകടങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അത് അതിനകത്തുള്ള നടത്തുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തക്കുറവെന്നല്ലാതെ വലിയ വിറക് വെട്ടാൻ പോയതിനെ പിടിച്ച് നീ തിരുമ്മാൻ നിൽക്കാൻ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതിനകത്തൊക്കെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് മനുഷ്യനൊരു മനസാക്ഷി ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോയി ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, എൻ്റെ അടുത്ത് തന്നെ പലരും അബദ്ധം പറ്റി വന്നിട്ടുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, ഞാൻ പോയി രക്ഷിച്ച് വിട്ടിട്ടുമുണ്ട്. ഇപ്പോൾ വൈദ്യുതി ഇതോടൊപ്പം ചേർന്ന് ചെയ്തിരുന്ന ഒരു വീട്ടുവൈദ്യം, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് മുത്തശ്ശിമാരൊക്കെ ഈ അത്യാവശ്യം പച്ചമരുന്നുകൾ, അവയുടെ പ്രയോഗത്തെക്കുറിച്ചൊക്കെ നല്ലവണ്ണം അവർക്ക് നല്ല വശമുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ തലമുറ ഇപ്പോൾ കൂടുതലായിട്ട് അവർ അലോപ്പതിയിലേക്ക് പോവുകയാണോ, ആയുർവേദത്തിൽ നിന്ന് അകലുകയാണോ, ഈ വീട്ടുവൈദ്യം അല്ലെങ്കിൽ വീട്ടു ചികിത്സാ രീതിയൊക്കെ മാറി വരികയാണെന്നൊരു സംശയമുണ്ട്. എന്താണ് വൈദ്യരുടെ ഒരു നിരീക്ഷണം എന്താണ്? അത് മാറി വരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. പല ആൾക്കാർക്കും ഈ ആയുർവേദത്തിനെ വളരെ വളരെ കാര്യമായി മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ
അത് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അറിയത്തില്ല. അതിന് എൻ്റെ അഭിപ്രായം വെച്ചാൽ ഈ വായനാശീലം നമ്മൾ വളരെ കുറവാണല്ലോ, എല്ലാവർക്കും കുറവാണ്. എന്തായാലും ഈ കാര്യങ്ങളെപ്പറ്റി അറിവ് ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുവാണെങ്കിൽ ആൾക്കാർക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ, ഈ ടി വിയും അങ്ങനെയുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഇപ്പം താങ്കൾ തിരഞ്ഞെടുത്ത് ഈ പ്രോഗ്രാം തന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ധാരാളം മരുന്ന് ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങും, പനിക്കൂർക്കയില എടുക്കും, അത് തേനുമായിട്ട് പിഴിഞ്ഞ് അപ്പം തന്നെ തരും. തുളസി നീര്, അതുപോലെ തന്നെ വേപ്പ് തുടങ്ങി നിരവധി ഔഷധ ചെടികൾ നമ്മൾ നട്ടു വളർത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ചെടികളുടെ ഒരു പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് അന്യമാവുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വൈദ്യരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു ഔഷധത്തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട മരുന്ന് ചെടികൾ ഏതൊക്കെയാണ്? ഒന്നാമത് മുത്തങ്ങ. മുത്തങ്ങ എന്ന് പറയുന്ന സാധനം നമ്മളറിയാം, ഒരു പുല്ല് പോലുള്ള സാധനം. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇതായിട്ട് പാലിനകത്ത് കാച്ചി കൊടുത്തു കഴിഞ്ഞാൽ വിരയുടെ ശല്യം, കൃമി ശല്യം, അങ്ങനെയുള്ള നിരവധി രോഗങ്ങളുണ്ടാകാതെ ഇരിക്കാനായിട്ട് പറ്റുന്ന സാധനമാണ് മുത്തങ്ങ. അതുപോലെ ഈ പറഞ്ഞ നീലയുമ്പും, പൂവാങ്കുറുന്തല, നമ്മുടെ ചെറുപഴുതന, അതെല്ലാം കുറേ ഇതിനുള്ള ഔഷധ ഇതുള്ള സാധനമാണ്. പിന്നെ കറിയായിട്ട് ഉപയോഗിക്കാവുന്ന നിരവധി ചീരവർഗ്ഗങ്ങളുണ്ട്. വനാന്തരത്തിലൊക്കെ വരുന്ന ചീരയാണ് മരച്ചീര, ഇലച്ചീര എന്നൊക്കെ പറയുന്നുണ്ട്. അത് കറി വെച്ച് തോട്ടമായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് കറി വെക്കാനും പറ്റും, അപ്പോൾ തന്നെ അത് ഔഷധമായിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ പോയിട്ട് ചങ്ങലമ്പരണ്ടെന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് സാധാരണ ഉദരസംബന്ധമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സാമ്പാറിനകത്ത് 4-5 കഷ്ണം ഇട്ടാൽ മതി. അത് കഴിക്കുന്ന എല്ലാവർക്കും ഉദരസംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ പൊക്കോളും. പിന്നെ സോമലത എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ഓരോ വാവ് ദിവസങ്ങളിലും അതിൻ്റെ ഇല പൊഴിഞ്ഞു പോകും. വളരെ ചെറിയ ഇലയാണ്, പിന്നീട് പാവാകുമ്പോഴത്തേക്ക് അത് വളരും, പിന്നീട് അത് വീണ്ടും പൊഴിഞ്ഞു പോകുന്ന ഒരു അതിദിവ്യമായ ഒരു ഔഷധം. അല്ല, ഇത് മാത്രമല്ല കളകൾ, ധാരാളം മരുന്ന് ചെടികൾ നമ്മുടെ കളകളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീടുകൾ കൂടിയപ്പോൾ, അല്ലെങ്കിൽ വെളിമ്പറമ്പുകൾ ഇല്ലാതായപ്പോൾ, വയലുകൾ ഇല്ലാതായപ്പോൾ നമ്മുടെ ഈ കളകളും അപ്രത്യക്ഷമാവുകയാണ്. ഇതോടൊപ്പം നമ്മുടെ മരുന്ന് ചെടികളും അപ്രത്യക്ഷമാവുകയാണ്. ഇത് ആയുർവേദത്തെ ഒരുപാട് ബാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പുളിയാറില എന്ന് പറയുന്ന ഒരു ഇല മിക്കവാറും എല്ലായിടത്തും കാണുന്നുണ്ട്. ആ പുളിയാറില നമുക്ക് ലേശം ചമ്മന്തി അരച്ച് കഴിക്കുവാണെങ്കിൽ ഉദരസംബന്ധമായ നിരവധി രോഗങ്ങൾ മാറിക്കിട്ടും. കണ്ണിന് നല്ലതാണ്, വളരെ നല്ല കണ്ണിന് ഇത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഗണപതിക്ക് സമർപ്പിക്കുന്ന ആ പുല്ല് ഉണ്ടല്ലോ, കറുകപ്പുല്ല് വളരെ നല്ലൊരു ഔഷധമാണ്. കൊച്ചു കുട്ടികൾക്ക് ഉറക്കമില്ലാതെ വരിക, വലിയ ആൾക്കാർക്ക് ഉറക്കമില്ലാതെ വരിക, ചെറിയ മൂത്രരസം വരിക, ഒരു പിടി എടുത്ത് കഴുകി കൊത്തി അറിഞ്ഞ് ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് 2 ഗ്ലാസ് കുടിച്ചാൽ മതി. ഉറക്കമില്ലാതെ കുഞ്ഞുപിള്ളയുടെ കാല് അത് ചതച്ച് കാലിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങിക്കോളും. ആധുനിക ജീവിതത്തിൽ മനുഷ്യനെ അലട്ടുന്ന മറ്റൊരു പ്രഹേളിക അല്ലെങ്കിൽ പ്രശ്നമാണ് ടെൻഷൻ. ടെൻഷനില്ലാത്ത ജീവിതങ്ങളില്ല. കുട്ടികൾ തന്നെ പറയാറുണ്ട്, നാളെ ഭയങ്കര ടെൻഷനാണ്, പരീക്ഷയാണ്. അപ്പോൾ ഈ ടെൻഷൻ ഒഴിവാക്കാൻ, നിത്യജീവിതത്തിൽ നിന്ന് ടെൻഷൻ ഒഴിവാക്കാൻ വൈദ്യരുടെ ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു 20 മിനിറ്റ് നേരം ശവാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട്. അതായത് മരണത്തിനോട് തുല്യമായിട്ട് വളരെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ബ്രീത്തിങ് മാത്രം. അതുപോലെ തന്നെ പ്രാണായാമം അഭ്യസിക്കുന്ന ആൾക്കാർക്ക് ടെൻഷൻ ഇല്ല. ശരിക്കും പ്രാണായാമം അഭ്യസിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ വരികയില്ല. ഇപ്പോൾ വൈദ്യുതി പറഞ്ഞത് യോഗയെ പറ്റിയാണ്. യോഗയ്ക്ക് വലിയൊരു ഭാഗമാണല്ലോ ഈ യോഗ നമ്മുടെ നിത്യജീവിതത്തിൽ അഭ്യസിക്കുന്നതുകൊണ്ടും അത് പ്രാവർത്തികമാക്കുന്നതുകൊണ്ടും നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ആരോഗ്യപരമായിട്ട് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ് യോഗ. ഏറ്റവും പ്രധാനമായിട്ട് യോഗ കൊണ്ട് രോഗം നിയന്ത്രിക്കാൻ പറ്റുന്ന രോഗമാണ് പ്രമേഹം. പ്രമേഹമില്ലാത്ത മനുഷ്യരിപ്പം വളരെ കുറവായിട്ടാണ്. നമ്മൾ ആവശ്യമായിട്ടുള്ള ശരീരത്തിന് വിശ്രമം കൂടുതൽ കൊടുത്ത് അധ്വാനം ഇല്ലാതെ വന്ന് നടക്കാതെയൊക്കെ വന്ന് ഈ പ്രമേഹ രോഗത്തിന് അടിമയാണ് നിരവധി ആൾക്കാർ. അവർക്കൊക്കെ ഏറ്റവും അനുഗ്രഹദായമായ ഒരു കാര്യമാണ് യോഗ. ഈ യോഗയും ഈ ഘടയോഗ എന്ന് പറയുന്നുണ്ട്, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യോഗം ഘടയോഗമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഘടയോഗ മർമ്മ ചികിത്സയും ആയുർവേദ മർമ്മ ചികിത്സയും വ്യത്യാസമുള്ളതുപോലെ തന്നെ ഇതിനും കുറച്ച് വ്യത്യാസം. എന്താണ് ഈ ഘടയോഗ? ഘടയോഗവും മറ്റേ യോഗയായിട്ട് കുറച്ചുകൂടെ നമുക്ക് വിഷമമുള്ള അവസ്ഥയിലുള്ള കുറേ ഇതാണ് ഘടയോഗം. എൻ്റേത് ഘടയോഗ മർമ്മ ചികിത്സയാണ്. ഘട ഇതിൽ പ്രവാദിലുള്ള കാരണം അതിന് മരുന്ന് വേണ്ട, ഔഷധങ്ങൾ വേണ്ട. ഇപ്പോൾ മിസ്റ്റർ അജിത്തിന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെന്ന് ഉള്ള ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഞാനത് മർമ്മങ്ങളിൽ മുട്ടിയും തട്ടിയും ഞെക്കിയും നിങ്ങളുടെ രോഗം മാറ്റിയിരിക്കും. അപ്പോഴേ തന്നെ അത് മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. 20 മിനിറ്റ് കൊണ്ട് രോഗശാന്തി കിട്ടും. 20 മിനിറ്റ് കൊണ്ട് രോഗശാന്തി കിട്ടും. സാമാന്യമുള്ള ഏത് രോഗങ്ങളും
നെക്ക് പെയിന്, ഷോൾഡർ പെയിന്, ബാക്ക് പെയിൻ എല്ലാം 20 മിനിറ്റ് കൊണ്ട് ചെയ്യും. അസ്ഥി സംബന്ധമായിട്ടുള്ള ഡിസ്ലൊക്കേഷൻസ് മാറിക്കഴിയുമ്പോൾ ഇത് റെഡിയാവും. അതാണ് കടയോഗത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട അഭ്യാസ ഭാഗം. പക്ഷേ കടയോഗത്തെ പറ്റി പറയുമ്പോൾ ഇത് ശരിക്കും ഇത് നല്ലവണ്ണം ഇത് അഭ്യസിച്ച ഒരാൾക്ക് മാത്രമല്ലേ ശരിക്കും ഇതിനെപ്പറ്റി പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. ഇപ്പം നേരത്തെ വൈദ്യുതി നല്ലവണ്ണം ഇതിന് ഈ രംഗത്ത് വളരെയധികം ഒരു അധികായനാണ്. അതുകൊണ്ട് തന്നെ ഈ കടയോഗം നല്ലവണ്ണം പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കടയോഗം അറിഞ്ഞ ആൾക്കാർ ഇന്ന് വളരെ കുറവല്ലേ? വളരെ കുറവെന്ന് പറയുമ്പോൾ ഞാനിപ്പം പല രാജ്യങ്ങളിലും ചെന്നപ്പോൾ അവർ പറഞ്ഞത് വൈദ്യർക്കല്ലാതെ വേറെ ആൾക്കും അറിയാവുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഞങ്ങൾ വീണ്ടും വരണമെന്നും പറഞ്ഞാണ് ഇത് എൻ്റെ ഈ ചികിത്സ കിട്ടുന്നവരും അപ്പോൾ അതിനെ അറിയാവുന്നവരും. പിന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒത്തിരി പേരെ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അത് എൻ്റെ കാലം കഴിയുമ്പോൾ മാറുണ്ട്. അത് മാത്രമല്ല ഇത് പഠിപ്പിക്കുകയും വേണം, ഒപ്പം വൈദ്യർക്ക് അറിയാവുന്ന അറിവുകൾ അത് രേഖപ്പെടുത്തി വെക്കുകയും വേണം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ കടയോഗ ചികിത്സ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെന്താ? അതിൻ്റെ ശക്തി, അത് നമുക്ക് ഭയങ്കര ഒരു ശക്തി വേണം. നമുക്ക് ആ ശക്തി കിട്ടണമെങ്കിൽ പ്രാണായാമം പഠിക്കണം. പ്രാണായാമം പഠിക്കണ ചെറുപ്പം പോലെ പഠിച്ചെങ്കിൽ ഒരു 4-5 വയസ്സുള്ളപ്പം പോലെ ആ അഭ്യാസത്തെപ്പറ്റി അറിവുള്ള ആളിൽ നിന്ന് പഠിച്ചെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു നിശ്ചിത ദിശയിലേക്ക് ഒരു അതിഭയങ്കരമായിട്ടുള്ള ശക്തി വിടുകയാണ്. അതിപ്പം ഒരു മനുഷ്യൻ്റെ നട്ടലിലൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്നും നിൽക്കാനൊന്നും അത് വീഴത്തില്ല. ഒരു 300 പൗണ്ട് 400 പൗണ്ട് ശക്തി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയും അത് ക്രമമായിട്ട് അത് വീണ് കഴിയുമ്പോൾ ടക്കെന്ന് അത് വീണ് കഴിയുമ്പോൾ അതിൻ്റെ ശക്തി പിൻവലിക്കുകയും ചെയ്യണം. പിൻവലിച്ചില്ലെങ്കിലത്തെ കുഴപ്പമില്ല, സ്പൈൻ മുറിഞ്ഞു പോകും, ആൾ അപകടപ്പെട്ട് മരിച്ചു. ഇപ്പോൾ നമ്മൾ സാധാരണ നിരവധി രോഗങ്ങൾ കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നവർ, അവരെ സംബന്ധിച്ച് നടുവേദന, അതുപോലെ തന്നെ കൈകാൽ മുട്ടുവേദന, തലവേദന, ഇവയ്ക്കൊക്കെയും ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ടോ? ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട്. പക്ഷേ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദമായ ചികിത്സ ഞാനിപ്പോൾ ചെയ്തു വരുന്നത് പോലെയുള്ള കടയോഗ മർമ്മ ചികിത്സയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രോഗങ്ങൾ, കഴുത്ത് വേദന, പുറം വേദന, നടുവേദന, അങ്ങനെയുള്ള നിരവധി രോഗങ്ങൾ പെട്ടെന്ന്, കാൽമുട്ട് വേദന, കാലിനുണ്ടാകുന്ന മരപ്പ്, തരിപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മരപ്പെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. കുറച്ചു നേരം കിടന്നു കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഈ കൈ ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ നടക്കാൻ നേരത്ത് നമ്മൾ ഈ കാലിന് മൂവ്മെൻറ്റ് കിട്ടുകയില്ല, കാലിന് ഭയങ്കരമായിട്ടുള്ള വേദന, ഉപ്പൂറ്റ് വേദന ഒരു നിരവധി ആൾക്കാർക്കുള്ളൊരു രോഗം. അത് കൂടുതലും വെയിറ്റ് കൂടുതലുള്ളവർക്കാണ്, ഉയരം കുറവും വെയിറ്റ് കൂടുതലുള്ളവർക്കാണ് കൂടുതൽ ഉപ്പൂറ്റ് വേദന. എൻ്റെ ഈ ചികിത്സാവിധി കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാകും. അതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ഞാൻ